ആരാധകർ ഏറെ നാളായി കാത്തിരുന്ന എമ്പുരാന്റെ ട്രെയിലർ പുറത്തിറക്കിയ അണിയറ പ്രവർത്തകർ ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ട്രെയിലർ പുറത്തിറക്കിയത്. വിശദാംശങ്ങളുമായി ദീപ്തി ഗോപകുമാറാണ് ചേരുന്നത്. ദീപ്തി, ഈ ഒരു എമ്പുരാന്റെ റിലീസിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളും അതോടൊപ്പം തന്നെ വലിയ ചർച്ചകളും ചില സംഘടനകൾ തമ്മിലുള്ള ഒരു ഉരസലുമെല്ലാം നമ്മൾ കൃത്യമായി കണ്ടിരുന്നു. എന്നിരുന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് ഇപ്പോൾ എമ്പുരാൻ റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ്. അതിന് മുന്നോടിയായി കാത്തിരുന്ന ആ ഒരു ട്രെയിലർ കൂടി പുറത്തിറങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് ആരാധകരുടെ പ്രതികരണം? കാളിദാസ് ആദ്യ പ്രഖ്യാപന നാൾ മുതൽ എമ്പുരാന്റെ ഓരോ അപ്ഡേറ്റിന് വേണ്ടിയിട്ടും ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ ആശീർവാദിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുന്നത്. ആരാധകർക്ക് ഒരു സർപ്രൈസ് എന്ന രീതിയിൽ രാത്രി 12 മണിക്കാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ട്രെയിലറുകളെല്ലാം ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റിന്റെ ട്രെയിലറുകളായിരിക്കും. പക്ഷേ ഇത് അതിലും വ്യത്യസ്തത കണ്ടുകൊണ്ട് ഒരു 3.5 മിനിറ്റിന്റെ ഒരു ട്രെയിലറാണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും ഈ ചിത്രത്തിന്റെ ആദ്യ പ്രഖ്യാപന നാൾ മുതൽ എല്ലാത്തിലും വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യ ഐമാക്സ് റിലീസാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിലും ഒരു പ്രത്യേകത കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ ഒരു ഫെബ്രുവരി മാസത്തെ ഒരു ലാഭ നഷ്ട കണക്കുകൾ പുറത്തു കൊണ്ടുവന്നത്. ഇന്നലെയാണ് പുറത്തുവിട്ടത്. അതിൽ 73 കോടി രൂപയുടെ മുതൽ മുടക്കിൽ 16 സിനിമകളാണ് റിലീസായത്. അതിൽ 12 സിനിമകളും നഷ്ടത്തിലായിരുന്നു എന്നൊരു കണക്കാണ് വന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വലിയൊരു മുതൽ മുടക്കിലാണ് എമ്പുരാന്റെ ബഡ്ജറ്റ്, അല്ലെങ്കിൽ വലിയൊരു മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ആരാധകർക്കായാലും അണിയറ പ്രവർത്തകർക്കാണെങ്കിലും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് സിനിമയിലുള്ളത്. നമുക്കറിയാം, വേൾഡ് വൈഡ് റിലീസാണ് 27-ാം തീയതി സംഭവിക്കുന്നത്. രാവിലെ 6 മണിക്കാണ് വേൾഡ് വൈഡ് റിലീസ്. അപ്പോൾ അവരുടെ അണിയറ പ്രവർത്തകരെ പോലെ തന്നെ ഓരോ മലയാളി പ്രേക്ഷകരും കാത്തിരിക്കുന്നത് നല്ലൊരു പ്രതികരണമായിരിക്കും ചിത്രത്തിന് ലഭിക്കുന്നത് എന്ന് തന്നെയാണ് ഓരോ പ്രേക്ഷകനും കാത്തിരിക്കുന്നതും. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ആദ്യം തന്നെ മലയാളത്തിൻ്റെ ട്രെയിലറാണ് പുറത്തിറക്കിയത്. അതിനുശേഷം കന്നഡ, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലുള്ള ട്രെയിലറും റിലീസായിരുന്നു. ഈ ഒരു ഇത്രയൊരു മണിക്കൂറുകൾക്കുള്ളിൽ 10 മില്യൺ വ്യൂസാണ് യൂട്യൂബിൽ വ്യൂസ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം എന്തായാലും ഒരു നഷ്ടത്തിലേക്ക് എത്തില്ല എന്നൊരു പ്രതീക്ഷ നമുക്കും പറയാൻ സാധിക്കും. അണിയറ പ്രവർത്തകരെ പോലെ തന്നെ നമുക്കും ഒരു പ്രതീക്ഷയുണ്ട്, നഷ്ടം സംഭവിക്കില്ല എന്നൊരു പ്രതീക്ഷയിൽ തന്നെ നമുക്ക് 27-ാം തീയതി റിലീസിനായിട്ട് കാത്തിരിക്കാം. ശരി, അതുതന്നെയാണ് ആ ഒരു റിലീസിന് മുന്നോടിയായിട്ടുള്ള വലിയൊരു പ്രതീക്ഷയ്ക്ക് കൂടി വക നൽകുന്ന ഒരു വസ്തുത കൂടിയാണ് ഈ ഒരു ട്രെയിലർ റിലീസ് എന്ന് പറയുന്നത്. വലിയ രീതിയിൽ അതിന് ലഭിച്ച ആ ഒരു നേട്ടം, അല്ലെങ്കിൽ അതിന് ലഭിച്ച വ്യൂവർഷിപ്പ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മണിക്കൂറുകളിൽ തന്നെ 10 മില്യണിലധികമായിരിക്കുന്നു അതിൻ്റെ ആ ഒരു വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇനി കാത്തിരിക്കേണ്ടത് ആ ഒരു 27-ന് വരാൻ പോകുന്ന ആ ഒരു എമ്പുരാൻ ചിത്രത്തിന് വേണ്ടിയാണ്. ദീപ്തി ഗോപകുമാറാണ് വിവരങ്ങൾ നൽകിയത്.